എഫെസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം ഒന്ന് വായിക്കാവോ? എഫെസ്യ ലേഖനം. അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ നോക്കവിടെ പറഞ്ഞത് കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ രക്ഷ എന്ന് കിട്ടുമെന്ന ചോദ്യത്തിന് അവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഒരു കൂട്ടം ആളുകളെ കുറിച്ച് പറയാണ്, നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പം തന്നെ അത് സംഭവിച്ചിരിക്കുന്നു. അങ്ങനെ സംഭവിക്കാം, ഇപ്പം തന്നെ അത് സംഭവിക്കാം എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം ഈ ബൈബിൾ പറയുന്നതനുസരിച്ച് എന്തിനാണ് മനുഷ്യന് ശിക്ഷ കൊടുക്കുന്നത്? മനുഷ്യർക്കെല്ലാം ആ നല്ല നാടൻ കൊടുത്തൂടെ? അങ്ങനെ ഒരു പാട്ടൊക്കെ പാടിയതും വരാനുള്ള നല്ല നാട് വരുന്നു എന്നൊക്കെ ഇവർ പറഞ്ഞില്ലേ? അങ്ങനെ ലോ ഉണ്ട്. അക്ഷരാർത്ഥത്തിൽ അങ്ങനെ ഒരു നല്ല നാടുണ്ട്. അത് യേശു ഭൂമിയിൽ കൊണ്ടുവരുന്ന, ഭൂമിയിൽ എന്ന് പറയാൻ പറ്റില്ല, പിന്നോ കൊണ്ടുവരുന്ന ഒരു പ്രത്യേക ഒരു വലിയ പട്ടണമാണ്. വലിയ പട്ടണം. അതിൻ്റെ വലിപ്പമൊക്കെ ആയിട്ട് നമ്മൾ പേടിച്ചു. അങ്ങനൊരു മുട്ടൻ പട്ടണം, അക്ഷരാർത്ഥത്തിൽ വലിയ കൊട്ടാരങ്ങളുള്ളൊരു വലിയ പട്ടണം കൊണ്ടുവരുമെന്ന്. സുന്ദരമാണത്, അക്ഷരാർത്ഥത്തിൽ തങ്കനിർമ്മിതമാണത്. അങ്ങനെ വലിയ പട്ടണം കൊണ്ടുവരുന്നു. അത് ദൈവത്തിൻ്റെ പട്ടണമാണ്. അപ്പം ആ പട്ടണത്തിൽ ആളുകളെ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം. അല്ല, ഇച്ചിരൂടെ ലളിത ഭാഷയിൽ പറയാം, മനുഷ്യൻ ദൈവത്തിൻ്റെ കൂടെ താമസിക്കണമെന്നാണ് മനുഷ്യനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം. ദൈവത്തിനൂടെ താമസിക്കണം. ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ മനുഷ്യനെ ഉണ്ടാക്കിയത് അതിനു വേണ്ടിയാണ്. ഉണ്ടാക്കി ദൈവം ദിവസവും വരുന്ന ഒരു തോട്ടത്തിൽ കൊണ്ട് താമസിപ്പിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെക്ക് അവർ വരും, വർത്തമാനം പറയും, അങ്ങനെ സഹകരിക്കും. അങ്ങനെയാണ് ബൈബിൾ പറയുന്നത്. ആ ആഗ്രഹമല്ലേ നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കാൻ കാരണം? അതിനല്ലേ പള്ളിയിൽ പോകുന്നത്, അതിനല്ലേ അമ്പലത്തിൽ പോകുന്നത്? ദൈവത്തെ കാണണമെന്നുള്ള നിങ്ങളുടെ ആഗ്രഹം കൊണ്ടല്ലേ? ശരിക്കും ആ ആഗ്രഹത്തിലും ഉദ്ദേശത്തിലുമാണ് ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത്. അങ്ങനെ ഉണ്ടാക്കി അവിടെ താമസിപ്പിച്ചെങ്കിലും ദൈവം പറഞ്ഞതുപോലെ മര്യാദയ്ക്ക് അവിടെ താമസിച്ചില്ല. ദൈവം പറഞ്ഞ കാര്യം കേട്ടില്ല, തന്നെ ഇഷ്ടം കാണിച്ചു, ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം ചെയ്തു. ദൈവം പറഞ്ഞു, ഇറങ്ങി പുറത്ത്, നിനക്കിവിടെ താമസിക്കാൻ പറ്റില്ല. എൻ്റെ കൂടെ താമസിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കണം. അതിന് പറ്റില്ലെങ്കിൽ ഇറങ്ങി പുറത്ത്. പുറത്താക്കി, പടിയടച്ചു, ഗേറ്റ് കാക്കാൻ ദൂതന്മാരെ ആക്കി. ഒരെണ്ണം തിരിച്ച് കയറിയേക്കരുത്. കയറിയാൽ ദൂതൻ്റെ കൈ വാളും കൊടുത്തു, കയറിയാൽ വെട്ടിയേക്കണം. അങ്ങനെ ഒരു സ്ഥിതിയാണ് മനുഷ്യകുലത്തെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത്. എന്നാലും മനുഷ്യൻ്റെ ആഗ്രഹം ദൈവത്തിനോട് താമസിക്കണം. ദൈവത്തിൻ്റെ ആഗ്രഹം നമ്മുടെ കൂടെ താമസിക്കണം. ദൈവം പുറത്താക്കിയെങ്കിലും അങ്ങനെ അങ്ങ് പുറത്താക്കാൻ വേണ്ടി പുറത്താക്കിയതല്ല, ദൈവത്തിനൂടെ താമസിപ്പിക്കാൻ കൊള്ളാത്തത് കൊണ്ട് പുറത്താക്കിയതാണ്. ദൈവം ഭയങ്കര വിശുദ്ധ ദൈവമാണ്. അങ്ങനെ ഭയങ്കര വിശുദ്ധനായ ദൈവത്തിൻ്റെക്ക് താമസിക്കണമെങ്കിൽ അങ്ങനെയുള്ളവർക്കേ ദൈവത്തിനോട് താമസിക്കാൻ പറ്റുള്ളൂ. നാടൻ മലയാളത്തിൽ പറഞ്ഞാൽ ദൈവം ഭയങ്കര വൃത്തിക്കാരനാണെന്ന് പറയാം. അങ്ങനെ ഭയങ്കര വൃത്തിയുള്ള ദൈവത്തിൻ്റെ കൂടെ അത്രയും വൃത്തിയില്ലാത്തവരെ താമസിപ്പിക്കാൻ പറ്റുമോ? നിങ്ങൾക്കിപ്പോൾ എല്ലാവരുടെ സഹകരിക്കണമെങ്കിൽ ഏറെക്കുറെ നിങ്ങളുടെ നിലവാരത്തോട് പൊരുത്തപ്പെടുന്നവരോടല്ലേ താമസിക്കാൻ പറ്റുള്ളൂ. അല്ലാത്തവരോട് താമസിക്കാൻ പറ്റുമോ? അങ്ങനെങ്കിൽ ഈ അത്യുന്നത ദൈവം തൻ്റെ ആ ജീവിതത്തോട് പൊരുത്തപ്പെടാത്തവരുടെ കൂടെ താമസിക്കാൻ പറ്റില്ല. അങ്ങനെ അവരെ പുറത്താക്കി. പക്ഷെ ദൈവത്തിൻ്റെ ആഗ്രഹം ആരെയും പുറത്താക്കാനല്ല, പിന്നെ ഈ മനുഷ്യരെ കൂടെ കൊണ്ടുവരാനാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അതിന് ദൈവം ഉണ്ടാക്കിയ വഴിയുടെ പേരാണ് രക്ഷ. പക്ഷെ അവിടെ കൊണ്ടുവരണമെങ്കിൽ എന്താണ് ഞാൻ മുമ്പ് പറഞ്ഞ, ഒന്നുകൂടെ പറയുകയാണ്, അവർ ജീവിതത്തിൽ ചെയ്ത തെറ്റിന് ഈ ബൈബിൾ പറയുന്ന പേരാണ് പാപം. അവരുടെ തെറ്റിന് പറയുന്ന പേരാണ് പാപം. മനുഷ്യൻ പാപിയാണെന്ന സത്യം ലോകത്തിലെല്ലാവർക്കും അറിയില്ലേ? തൻ്റെ അകത്ത് കുറേ കുഴപ്പം കിടപ്പുണ്ടെന്നുള്ളത് അറിയാൻ മേലാത്ത മനുഷ്യരാരാണ്?
പുറം ലോകത്തിൽ നമ്മൾ മനുഷ്യരുടെ മുമ്പാകെ ഒക്കെ ഒരുമാതിരി മര്യാദയ്ക്ക് മിക്ക പേരും ജീവിക്കാൻ ശ്രമിക്കുമെങ്കിലും ഈ അകത്ത് കുറേ കുഴപ്പം കിടപ്പില്ലേ? ആ അകത്ത് കിടക്കുന്ന കുഴപ്പത്തിന്, ഞാൻ പറഞ്ഞ നാടല്ല, ലളിത മലയാളത്തിലാണ് എൻ്റെ പ്രസംഗമല്ല. അപ്പം അകത്ത് കിടക്കുന്ന കുഴപ്പത്തിൻ്റെ പേരാണ് പാപം. നമ്മുടെ ചിന്തയിൽ, നമ്മുടെ വാക്കിൽ, നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ വരുന്ന ആ കുഴപ്പത്തിൻ്റെ പേരാണ് പാപം. വേദപുസ്തകം എന്ത് പറയുന്നു? നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ഒന്നുകൂടെ പറയുന്നു, നീതിമാൻ എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്യാത്തവൻ ഒരുത്തൻ പോലുമില്ല. എല്ലാം നീതി മാത്രം ചെയ്യുന്നവൻ അഖിലാണ്ടത്തിൽ ഒരാളുമില്ല. എല്ലാവരും പാപം ചെയ്ത്, മതവ്യത്യാസമില്ലാതെ, കുലവ്യത്യാസമില്ലാതെ, ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. തെറ്റ് ചെയ്താൽ ശിക്ഷ കിട്ടും എന്നുള്ളത് സാമാന്യ ബുദ്ധിക്കറിയാവുന്ന കാര്യമല്ലേ? അല്ലേ? അതറിയാൻ മേലാത്ത മനുഷ്യരാരാ? തെറ്റ് ചെയ്താൽ ശിക്ഷയുണ്ട്. അതിനല്ല കോടതി വെച്ചിരിക്കുന്നത്, അതിനല്ല പോലീസിനെ വെച്ചിരിക്കുന്നത്, അല്ലേ? അപ്പം ലോകത്തിൻ്റെ തന്നെ സംവിധാനമല്ലേ തെറ്റ് ചെയ്യുന്നവന് ശിക്ഷ വേണമെന്ന്? എവിടുന്ന് കിട്ടി ലോകത്തിന് ഈ സംവിധാനം? നമ്മളെപ്പോലുള്ള മനുഷ്യരല്ലേ ബാക്കിയുള്ളവർ? സർക്കാരും നമ്മളെപ്പോലുള്ള മനുഷ്യരല്ലേ? ന്യായാധിപന്മാരും നമ്മളെപ്പോലുള്ള മനുഷ്യരല്ലേ? ഇവരെ വെച്ചിരിക്കുന്നത് ഒരു ദൈവ സംവിധാനത്തിൻ്റെ പതിപ്പല്ലേ? അല്ലാതെ എങ്ങനെയാണ് തെറ്റ് ചെയ്യുന്ന മനുഷ്യൻ മറ്റുള്ളവരെ ശിക്ഷിക്കാൻ തയ്യാറാകുന്നത്? ദൈവത്തിൻ്റെ സംവിധാനമാണ്, ഞാൻ എടുത്തു പറയുന്നു. അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റാണ് ഭൂമിയിൽ കാണുന്ന ഈ സംവിധാനം. തെറ്റിന് ശിക്ഷയുണ്ട്. അങ്ങനെങ്കിൽ ദൈവത്തോട് ചെയ്യുന്ന തെറ്റിന് ശിക്ഷയുണ്ടെന്നുള്ളത് ഉറപ്പായ ഒരു സംഗതിയാണ്. ആ ശിക്ഷ എന്താണെന്നോ? പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. എന്ന് പറഞ്ഞാൽ പാപം ഗൗരവമായ കുറ്റമാണ്. ഉണ്ടാക്കിയ ദൈവത്തെ അനുസരിക്കില്ല എന്ന് പറഞ്ഞാൽ ഗൗരവമായ കുറ്റമല്ലേ? ജനിപ്പിച്ച തന്തയും തള്ളയും അനുസരിക്കാതെ വരണം, തന്നിഷ്ടത്തിന് ജീവിക്കുമെന്ന് പറഞ്ഞാൽ ഗൗരവമായ കുറ്റമല്ലേ ഇത്? അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ അപ്പനും അമ്മയും ഇവളെയും ജനിപ്പിച്ച് വളർത്തിയ പാടൊന്ന് ആലോചിച്ച് നോക്കി. ഇത് തന്നെ എന്ന് ജീവിക്കാൻ എത്ര വയസ്സാകുന്നത് വരെ അപ്പനും അമ്മയും നോക്കേണ്ടി വന്നു? എടുത്തുകൊണ്ട് നടന്നില്ലേ? കുളിപ്പിച്ചത് നിങ്ങളല്ലേ? മലമൂത്ര വിസർജനം എടുത്തത് നിങ്ങളല്ലേ? അല്ലേ? ഒരു 18 വയസ്സാകുന്നത് വരെ തന്നെത്താൻ ജോലി ചെയ്യാൻ അനുവദിക്കാൻ പാടില്ല എന്ന് സർക്കാരിൻ്റെ നിയമമല്ലേ? ഇതുവരെ എല്ലാം തീറ്റി കൊടുത്തില്ലേ? പള്ളിക്കുത്തി പഠിപ്പിച്ചില്ലേ? 18 വയസ്സുകൊണ്ട് ഇന്ത്യക്കാരൻ നിർത്തുമോ? കോളേജിൽ വിട്ടത് നിങ്ങളല്ലേ? പൈസ മുടക്കിയത് നിങ്ങളല്ലേ? ഹോസ്റ്റലിൽ വിട്ടത് നിങ്ങളല്ലേ? അല്ല, കല്യാണത്തിന് കാശ് മുടക്കിയത് നിങ്ങളല്ലേ? അല്ലേ? ഇതെല്ലാം ചെയ്തിട്ടും, ഇതെല്ലാം ചെയ്തു കൊടുത്ത അപ്പനെയും അമ്മയെയും അനുസരിക്കാത്തതിന് ഭൂമിയിൽ എന്ത് ന്യായം പറയാനുണ്ട്? അവർ ഒരു 3 ദിവസം ശ്രദ്ധിച്ചില്ലായിരുന്നെങ്കിലോ ഈ പെറ്റ കുഞ്ഞിനെ? അന്നേ തീരത്തില്ലായിരുന്നു. പൊന്നപ്പോൾ ഇതിനെ വളർത്തിയത് ഓർമ്മയില്ലേ? കരയാൻ പോലും സമ്മതിക്കാതെ ഇതിനെ താലോലിച്ച് വളർത്തിയ ഈ അപ്പനോടും അമ്മയോടും വിധേയത്വം കാണിക്കണമെന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ, നിങ്ങളുടെ മക്കൾ നിങ്ങളെ അനുസരിക്കണമെന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ, അല്ലേ? നിങ്ങളുടെ ആഗ്രഹമല്ലേ അത്? നിങ്ങളുടെ ആവശ്യമല്ലേ അത്? അങ്ങനെങ്കിൽ സകലത്തെയും ഉണ്ടാക്കിയവൻ, സകല മനുഷ്യനും ജീവിക്കാൻ സ്ഥലം കൊടുത്തവൻ, പ്രാണൻ കൊടുത്തവൻ, ആരോഗ്യം കൊടുത്തവൻ, സകലവും കൊടുത്ത് ദൈവത്തെ അനുസരിക്കണമെന്ന് പറഞ്ഞാൽ അത് അധികം പറ്റോ? യുക്തിക്ക് ചേരാത്തതോ? അതാണോ ശരി? പ്രാണവായു തന്നില്ല, നിങ്ങൾ ജീവിക്കോ? ഇതെല്ലാം ഈ അന്തരീക്ഷത്തിൽ ഇഷ്ടം പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുകയല്ലേ? കുടിവെള്ളം ദേശത്തിന്റെ എവിടെയും ഉണ്ടാക്കി വെച്ചിരിക്കുകയല്ലേ? നിങ്ങളുടെ ജീവിതത്തിന്റെ അടിസ്ഥാനപരമായ സകല ആവശ്യങ്ങളും സകലയിടത്തും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ദൈവത്തിന് അതിനനുസരിച്ചുള്ള ബഹുമാനം കൊടുക്കണമെന്ന് പറഞ്ഞാൽ ശരിയല്ലേ? അതല്ലേ ന്യായം? നിങ്ങൾ തന്നെ ഉണ്ടാക്കിയ ഭൂമിയിലാണോ നിങ്ങൾ താമസിക്കുന്നത്? നിങ്ങളുണ്ടാക്കിയ വെള്ളമാണോ നിങ്ങൾ കുടിക്കുന്നത്? നിങ്ങളുണ്ടാക്കിയ പ്രാണവായുവാണോ നിങ്ങൾ ശ്വസിക്കുന്നത്? അല്ലല്ലോ. നിങ്ങളുടെ അപ്പനും അമ്മയും ഉണ്ടാക്കിയതല്ലല്ലോ ഇതൊന്നും. ഇത് മുഴുവൻ ഉണ്ടാക്കിയ സർവശക്തിയുള്ള ഒരുത്തൻ ഉണ്ടെങ്കിൽ ഉണ്ട് അവിടുത്തെ ബഹുമാനിക്കണമെന്നും അത് ചെയ്തില്ലെങ്കിൽ ജീവിക്കാൻ അവകാശമില്ലെന്നും പറഞ്ഞാൽ ചേരില്ലേ? യുക്തിക്ക് ചേരില്ലേ? That's it.
അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. പാപത്തിൻ്റെ ശമ്പളം മരണം അത്രേ. ഇപ്പം അന്നേരം ദൈവം തല്ലിക്കൊല്ലുന്നില്ല. കുഴപ്പം കാണിക്കുമ്പോൾ ഒരു തല്ല് ദൈവത്തിന് തരണമെങ്കിൽ ദൈവത്തിന് എല്ലാം വലിയ പാടൊന്നുമില്ല. ദൈവം ഞരമ്പേലൊന്നും തൊട്ട് കഴിഞ്ഞാൽ പിന്നെ ജീവിക്കുമോ? വലിയ മിടുക്കനാന്നൊക്കെ പറയാം. ഇരിക്കുന്ന ഇരിപ്പിൽ പോകുന്നില്ലേ ആളുകൾ? നിങ്ങളുടെ മിടുക്കൊണ്ടാണോ ആരെങ്കിലും ജീവിക്കുന്നത്? നിങ്ങളുടെ മിടുക്കൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. ദൈവത്തിൻ്റെ കരുണ കൊണ്ട് ജീവിക്കുകയല്ലേ. അപ്പോൾ ഒരു ശിക്ഷയുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് മനുഷ്യന് ആഗ്രഹമുണ്ട്. ശരിയാണ്, രക്ഷപ്പെടണം, നിശ്ചയമായും രക്ഷപ്പെടണം. സുവിശേഷത്തിന് വിളിച്ചു പറയാനുള്ളത്, ആരും നശിച്ചു പോകാതെ എല്ലാവരും രക്ഷിക്കപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഒരു ജാതിയിലും പെട്ടവർ നശിച്ചു പോകാൻ ദൈവത്തിന് ആഗ്രഹമില്ല. ദൈവം ഒരുവനത്രേ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, സകലർക്കും വേണ്ടി തന്നെത്താൻ യാഗമർപ്പിച്ച യേശു തന്നെ. അപ്പം രക്ഷയെന്ന് പറഞ്ഞാൽ, ആദ്യത്തെ ഭാഗം ഞാൻ പറയാൻ, രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, ഈ കാണിച്ച കുഴപ്പം ദൈവം ക്ഷമിച്ചു തരുന്നു എന്ന് പറയുന്നതാണ് രക്ഷയുടെ ആദ്യ ഭാഗം. ചെയ്ത തെറ്റ് ക്ഷമിച്ചു തരുന്നു. ദൈവം പറയുകയാണ്, നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു. അപ്പം ആശ്വാസമായി. അപ്പം ആ തെറ്റ് ക്ഷമിച്ച് കിട്ടുന്നതിന് പറയുന്ന പേരാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതെങ്ങനെ ക്ഷമിക്കും? ദൈവം നീതിമാനാണ്. തെറ്റിന് ശിക്ഷ കൊടുക്കണമെന്നുള്ളതാണ് നീതി. അപ്പോൾ ഏത് കുഴപ്പം കാണിച്ചവനോടും നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് ദൈവം അങ്ങ് പറഞ്ഞാൽ അത് നീതിക്ക് ചേരുമോ? ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ പിന്നെ എല്ലാവരോടും അങ്ങ് ക്ഷമിക്കട്ടെ. ചിലരോട് മാത്രം അങ്ങനെ ക്ഷമിച്ച് നോക്കുന്നത്, എല്ലാവരോടും അങ്ങ് ക്ഷമിക്കട്ടെ. അപ്പോൾ പിന്നെ ശിക്ഷയില്ലല്ലോ, അത് പറ്റില്ലല്ലോ. അപ്പോഴേ ക്ഷമിക്കാൻ ദൈവം ഒരു വ്യവസ്ഥിതി വെച്ചു. നിയമം, പാപം ചെയ്യുന്ന ദേഹി മരിക്കും, പാപത്തിന് ശിക്ഷ കൊടുക്കണം, എല്ലാവർക്കും കൊടുക്കണം. അത് മരണമാണ്. മരണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആരും ജീവനോടില്ലല്ലോ, എല്ലാം തീർന്നില്ലേ. അതിന് ദൈവം വെച്ച വഴി, ഈ മനുഷ്യൻ്റെ തെറ്റെടുക്കാൻ, കുറ്റമെടുക്കാൻ പ്രാപ്തിയുള്ള ഒരുത്തനെ ആ ഭൂമിയിൽ ആരുമില്ല. കാരണം എല്ലാവരും ഒരുപോലെ, ഒരു ജാതിയിലുമില്ല, ഒരു മതത്തിലുമില്ല ഇതെടുക്കാൻ കഴിവുള്ളവർ. അതിന് ദൈവം ശരീരമെടുത്ത് ഭൂമിയിൽ വന്നു. അതാണ് യേശു. ദൈവം ശരീരമെടുത്ത് ഭൂമിയിൽ വന്നു. ഒരു തെറ്റുമില്ലാത്തവൻ, ജന്മനാ തെറ്റില്ല, ജീവിച്ച കാലത്ത് ഒരു തെറ്റും ചെയ്തിട്ടില്ല. അത് വെറും വാക്കല്ല. ഒരു സമയത്ത് യേശുവിനെ ഇഷ്ടമില്ലാത്ത ആളുകളുടെ മുമ്പാകെ നിന്ന് വിളിച്ചു പോയി, നിങ്ങളിൽ ആർക്ക് എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്താം? ഓരോരുത്തരും സ്ഥലം വിട്ടു. ചോദ്യം കേട്ടിട്ട് വിരൽ ചൂണ്ടാൻ ഒരെണ്ണം ഉണ്ടായിരുന്നില്ല. എല്ലാവരും സ്ഥലം വിട്ടു. യേശുവിനെ കുറ്റം ചുമത്തി കോടതിയിൽ വിസ്തരിക്കാൻ കൊണ്ടുപോയി യഹൂദ മത നേതാക്കന്മാർ, അവരുടെ ദേഷ്യത്തിന്. യേശുവിനെ വിസ്തരിക്കാൻ കാരണം അവരുടെ പൊള്ളത്തരം യേശു വിളിച്ചു പറഞ്ഞു. അവരുടെ ജീവിതത്തിൻ്റെ ഉള്ളറ യേശു വെളിപ്പെടുത്തി. അവരുടെ ജീവിതവും മതവും വെറും കളിപ്പീരാണെന്നും, മതം ശരി, പക്ഷെ അതനുസരിച്ചുള്ള ജീവിതമല്ല അവർക്കുള്ളതെന്ന് നേതാക്കന്മാരെ കുറിച്ച് വിളിച്ചു പറഞ്ഞപ്പോൾ ദേഷ്യം വരില്ലേ? അപ്പോൾ ആ ദേഷ്യം വന്നുകൊണ്ട് ഇവനെ കൊല്ലണമെന്ന് തന്നെ തീരുമാനിച്ചു. അങ്ങനെ കുറേ കേസുണ്ടാക്കി. കേസെല്ലാം ശരിയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ, ഒത്തിരി കേസുകൾ, കള്ളക്കേസുകളുമുണ്ട്. അപ്പോൾ യേശുവിനെ കുറിച്ചുണ്ടാക്കിയ കുറേ കള്ളക്കേസുകൾ, ആ കള്ളക്കേസ് പറയാൻ കുറേ സാക്ഷികളെ കൊണ്ടുവന്നു. കേസുണ്ടാക്കിയത് ഈ നേതാക്കന്മാർ, അവർ കൊണ്ടുവന്ന കുറേ സാക്ഷികൾ. കോടതിയും അന്ന് അവരുടെ കോടതി തന്നെ. ആദ്യം യേശുവിനെ മതക്കോടതിയിലാണ് കൊണ്ടുപോയത്, യഹൂദന്മാരുടെ മതക്കോടതി. ഈ കേസ് ഉണ്ടാക്കിയ ആളുകളാണ് അധ്യക്ഷന്മാർ, ന്യായാധിപന്മാർ. അവർ ഇന്ന് ഈ ഉണ്ടാക്കിയ കേസ്, അവരുണ്ടാക്കിയ സാക്ഷി എല്ലാം കൂടി ഇരുന്ന് നിരത്തിപ്പിടിച്ച് വിസ്തരിച്ചിട്ടും ഒറ്റ കുറ്റവും തെളിയിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അവരുണ്ടാക്കിയ കേസായിട്ടും തെളിയിക്കാൻ അവരെ കൊണ്ട് പറ്റിയില്ല. അവസാനം സർക്കാർ കോടതിയിൽ വിട്ടു. സർക്കാർ കോടതിയിൽ വിട്ടപ്പോൾ അവിടുത്തെ ന്യായാധിപന് മതാശയങ്ങളൊന്നുമില്ലല്ലോ, അദ്ദേഹം നീതിപൂർവ്വം വിധിക്കാണ്ടിരിക്കുകയാണ്.
അദ്ദേഹം കേസ് വിസ്തരിച്ചു. ഇവരുടെ പരാതി പരിശോധിച്ചു, അവരെ വിസ്തരിച്ചു, സാക്ഷികളെ വിസ്തരിച്ചു, എല്ലാ വിസ്താരവും നടത്തിയ യേശുവിനെയും വിസ്തരിച്ച് വെച്ച് ന്യായാധിപൻ പറഞ്ഞു, ഈ മനുഷ്യനിൽ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല. അപ്പോൾ ഇവർ പിന്നെ കിടന്ന് ബഹളം ഉണ്ടാക്കും. ഒക്കത്തില്ല, ഞങ്ങൾ വേറെ സാക്ഷികളെ കൊണ്ടുവരാം. ശരി, കൊണ്ടുവരൂ. വേറെ സാക്ഷികളെ കൊണ്ടുവന്നു. എല്ലാ വിസ്താരവും നടത്തിയിട്ടും ഒറ്റ സാക്ഷിക്കും യേശുവിനെതിരെ കുറ്റം തെളിയിക്കാൻ സാധിച്ചില്ല. അവസാനം ന്യായാധിപൻ പിലാത്തോസ് എന്ന പേരുള്ള അദ്ദേഹം വിധിയെഴുതി, ഈ മനുഷ്യനിൽ ഒരു കുറ്റവും കാണുന്നില്ല. അതാണ് യേശു, ഒരു കുറ്റവും ഇല്ലാത്തവൻ. ജീസസ് പ്രബദലഹദിനിക്കേശു, ഒരു കുറ്റവും ഇല്ലാത്തവൻ. അപ്പോഴേ നാട്ടുകാർ ബഹളം തുടങ്ങിയിട്ട് പറഞ്ഞു, ഇവനെ വെറുതെ വിട്ടാൽ നിന്റെ ഉദ്യോഗം ഞങ്ങൾ തെറിപ്പിക്കും, നിനക്കെതിരെ ഞങ്ങൾ മേളിൽ പോയി കേസ് കൊടുക്കും, അങ്ങനെ നിന്റെ ഉദ്യോഗം പോകും എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പേടിയായി. അദ്ദേഹം പറഞ്ഞൊരു കാര്യം ചെയ്യ്, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തു എന്ന് പറഞ്ഞാൽ കൊല്ലണോ നിങ്ങളുണ്ട്, എന്താണെന്ന് വെച്ചാൽ ചെയ്തു. അങ്ങനെ വിട്ടുകൊടുത്തു. കൊണ്ടുപോയി യേശുവിനെ ക്രൂശിച്ചു, യേശുവിനെ കൊന്നു. യേശുവിനെ കൊന്നപ്പോൾ ആ മരണം, ഒന്നുകൂടെ പറയുന്നു, തെറ്റില്ലാത്തവൻ്റെ മരണമാണ്, കുറ്റമില്ലാത്തവൻ്റെ മരണമാണ്. അവരുടെ ഇഷ്ടത്തിന് വാസ്തവത്തിൽ അവർ കൊന്നതല്ല, അവർക്ക് തോന്നിയത് ചെയ്തതല്ല. നിങ്ങളുടെ പാപത്തിന്, എൻ്റെ പാപത്തിന്, ലോകത്തിൻ്റെ പാപത്തിന് ശിക്ഷ വേണമായിരുന്നു. ആ ശിക്ഷ ഏറ്റെടുക്കാൻ അവിടുന്ന് വന്നതാണ്. തൻ്റെ ജീവനെ മനുഷ്യന് പകരം കൊടുക്കാൻ വന്നതാണ്. അങ്ങനെ ആ മരണം നിങ്ങൾക്ക് പകരമുള്ള മരണമാണ്, എനിക്ക് പകരമുള്ള മരണം എന്ന് പറഞ്ഞാൽ എന്നെ കൊല്ലേണ്ടിടത്ത് അവിടുത്തെ കൊന്നു. നിങ്ങളുടെ മേൽ വരേണ്ട ശിക്ഷ അവിടുത്തെ മേലായി. അപ്പം ശിക്ഷ ഒരുത്തനേറ്റു, നിങ്ങൾക്ക് പകരമേറ്റു, എനിക്ക് പകരമേറ്റു. ദൈവം പറഞ്ഞു, ശരി, ഈ പകരം ആ ശിക്ഷ ഏറ്റിരിക്കാൻ അവിടുത്തെ അടുക്ക ചെന്നിട്ട് എന്നോടുകൂടെ ക്ഷമിക്കണം എന്ന് പറയുന്നവനോട് ക്ഷമിക്കും. ഇതാണ് ദൈവിക തത്വം. മനുഷ്യരറിയണം, നിങ്ങൾക്ക് പകരം ഒരുത്തൻ മരിച്ചിരിക്കുന്നു, പാപമില്ലാത്ത ഒരുത്തൻ മരിച്ചിരിക്കുന്നു. എല്ലാ മനുഷ്യരുടെയും പാപത്തിൻ്റെ ശിക്ഷ ഏറ്റെടുത്ത ഒരുവനുണ്ട്, ഒറ്റ ഒരുവനുണ്ട്. സമൂഹത്തിന് വേണ്ടി മരിച്ച പലരുണ്ട്, പക്ഷെ പാപമേറ്റെടുത്തവർ വേറാരുമില്ല, പാപമേറ്റെടുക്കാൻ കഴിവുള്ളവർ വേറാരുമില്ല. യേശു ക്രിസ്തു, പാപമില്ലാത്ത ദൈവത്തിൻ്റെ പരിശുദ്ധൻ, സകല ലോകത്തിനും വേണ്ടി ആ ശിക്ഷ അനുഭവിച്ചത് കൊണ്ട് തീർന്നില്ല. മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്ന് പുറത്തു വന്നു. നേരത്തെ ഇവിടെ പാടിയതുപോലെ ഉലകമഹാന്മാർ അഖിലരും ഒരുപോലെ മരിച്ച് കല്ലറയിൽ അടക്കപ്പെട്ട് കിടക്കുമ്പോൾ മരിച്ചിട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റവൻ ലോക ചരിത്ര സത്യം, ഐതിഹ്യമല്ല, ചരിത്ര സത്യം. യേശു മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റ് ആളുകൾ കാണുക, ഒരു ദിവസം സ്വർഗത്തിലേക്ക് പോയി കാണുക, പരസ്യമായി സ്വർഗത്തിലേക്ക് പോയി. ആ യേശു മരിച്ചത് നിമിത്തം പകരമുള്ള മരണമാകിയാൽ ദൈവം വെച്ച വ്യവസ്ഥയാണ്, ആ ശിക്ഷ നിങ്ങളുടേതാണെന്ന് അംഗീകരിച്ച് എന്നോടും കൂടെ ക്ഷമിക്കണമെന്ന് ആര് പറയുമോ അവർക്ക് ചെയ്ത തെറ്റ് മോചിച്ചു കൊടുക്കുന്നു. അതിനകത്ത് ജാതിയില്ല, അതിനകത്ത് മതമില്ല. ഈ സമൂഹത്തിൽ കേവലം ഒരു മതക്കാരല്ല, സകല ഗോത്രത്തിൽ നിന്നും, ഭാഷയിൽ നിന്നും, വംശത്തിലും ജാതിയിലും ആർക്കും രക്ഷിക്കപ്പെടാം. ഇതൊരു മതത്തിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, ഇത് ക്രിസ്ത്യാനിത്വത്തിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. ലോകത്തിൻ്റെ രക്ഷയ്ക്ക് ദൈവം ഒരുക്കിയ അത്ഭുതകരമായ വഴിയാണ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞ കർത്താവായ യേശു. അപ്പൊ എന്ത് സംഭവിക്കുന്നു? ആര് ഈ കാര്യം വിശ്വസിച്ച് അവിടുത്തെ അടുക്ക ചെന്നിട്ട്, അവിടുത്തെ അടുക്ക ചെല്ലാന്ന് പറഞ്ഞാൽ അങ്ങനെ ദൈവസാന്നിധ്യമുണ്ട്.
അല്ലാതെ യേശു ഇരിക്കുന്ന ഏതെങ്കിലും പ്രത്യേക സ്ഥലമുണ്ട്, യെരൂശലേമിനാണ് യേശു അങ്ങനെ സ്ഥലമൊന്നുമില്ല. 2 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ടെന്ന് പറഞ്ഞവൻ ഇന്ന് രാത്രി ആ നാമത്തിൽ ഇത്രയും ആളുകൾ ഇവിടെ കൂടി വന്നിരിക്കുന്നു. ഇവിടെ ആ ദൈവമുണ്ട്. ഒരു വാക്ക് എന്നോടും കൂടെ ക്ഷമിക്കണം എന്ന് വിളിച്ചു പറഞ്ഞാൽ, ഹൃദയംഗമമായി പറയണം, പറഞ്ഞാൽ ക്ഷമിക്കും. അതിൻ്റെ പേര് രക്ഷിക്കപ്പെട്ടു. ഉറപ്പ് വരും, നിങ്ങളുടെ അകത്ത് ഉറപ്പ് വരും. ആ ഉറപ്പ് കിട്ടിയവരെ വിളിക്കുന്ന പേരാണ് രക്ഷിക്കപ്പെട്ടവർ. അങ്ങനെ വിളിച്ചു പറഞ്ഞ കുറേ പേര് തിരിപ്പില്ലേ? ഒരു ദിവസം എഴുന്നേറ്റ് പറഞ്ഞില്ലേ എന്നോട് ക്ഷമിക്കണമെന്ന്? ഹൃദയംഗമായി പറഞ്ഞില്ലേ? ഇനി തെറ്റ് വേണ്ടാന്ന് വിചാരിച്ച് തന്നെ പറഞ്ഞില്ലേ? അല്ലാതെ ചെയ്തത്രയും പോട്ട് ഇനിയും ബാക്കി പിന്നെ ചെയ്യാം എന്നും പറഞ്ഞ് ചെയ്തവരല്ലല്ലോ. അപ്പം അങ്ങനെ ഒരു മോചനത്തിന് വേണ്ടി പോയെങ്കിൽ നിങ്ങളെ പറയുന്ന പേരാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ആ അനുഭവം കിട്ടിയ കുറേ പേര് ഇതിനകത്തിരിപ്പുണ്ടോ? യേശുവിൻ്റെ ചെന്ന് ഇത് പറഞ്ഞ് എൻ്റെ പാപം മോചിച്ച് കിട്ടി എന്ന് ഉറപ്പുള്ള നിങ്ങൾ ഒന്ന് കൈ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? അങ്ങനെയുള്ളവർ അവിടെ അതൊരു വ്യക്തമായ അനുഭവമാണ്, അല്ലാതെ മതചടക്കല്ലത്. ഈ അനുഭവം വ്യക്തമായി ഉണ്ടായി, ഏറ്റുപറഞ്ഞു, തെറ്റ് വേണ്ടാന്ന് തന്നെ സമ്മതിച്ചു. എന്നിട്ടാണത് പറഞ്ഞത്. തെറ്റ് വേണ്ട എന്ന് പറഞ്ഞ് സമ്മതിച്ചവർക്ക് ഇത് ചെയ്തു കഴിഞ്ഞപ്പോൾ വലിയൊരു മോചനം ഉണ്ടായി, ഒരു സമാധാനം ഉണ്ടായി, ഒരു സന്തോഷം ഉണ്ടായി. അപ്പോൾ അവർ രക്ഷിക്കപ്പെട്ടു. അത്രയും മാത്രമല്ല, പണ്ട് പത്രോസ് അപ്പോസ്തലൻ പ്രസംഗിച്ചൊരു പ്രസംഗമുണ്ട്. പ്രവൃത്തി പുസ്തകം 2-ാം അധ്യായത്തിലാണ്. നീണ്ടൊരു പ്രസംഗമാണ്. അദ്ദേഹത്തിൻ്റെ രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ പ്രസംഗമാണ് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ. അന്നത്തെ സമൂഹത്തിൽ യെരൂശലേമിൽ നിന്നുകൊണ്ട് പ്രസംഗിച്ചൊരു പ്രസംഗമാണ്, നീണ്ട പ്രസംഗം. ആ പ്രസംഗത്തിൻ്റെ ഒരു ഭാഗം, അതിൻ്റെ 40-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോളൂ. പ്രവൃത്തി പുസ്തകം 2-ാം അധ്യായത്തിന് 40-ാം വാക്യം. മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പറയുന്നത് ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ. ഇപ്പോൾ രക്ഷിക്കപ്പെടുവീൻ. അപ്പോൾ എല്ലാം കഴിഞ്ഞില്ല. എന്ന് ഒരു ഭാഗം കഴിഞ്ഞു. എന്ത് കഴിഞ്ഞു? ക്ഷമിച്ച് കിട്ടി. ക്ഷമിച്ച് കിട്ടിയെങ്കിലും അടുത്ത ഭാഗം ഒന്നുകൂടെ വാക്യം പറയുന്നു, ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കുഴപ്പമുള്ള ലോകത്തിലല്ലേ ജീവിക്കുന്നത്? ഈ തെറ്റും തിന്മയും എല്ലാമുള്ള ലോകത്തിലല്ലേ ജീവിക്കുന്നത്? അങ്ങനെ ജീവിക്കുമ്പോൾ ഈ തെറ്റിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവിക്കുവീൻ. ഈ കുറ്റത്തിൽ നിന്ന് ഒഴിഞ്ഞ് ജീവിക്കുവീൻ. ഈ തിന്മയിൽ നിന്ന് ഒഴിഞ്ഞ് ജീവിക്കുവീൻ. അപ്പം ക്ഷമിച്ച് കിട്ടിയാൽ മാത്രം പോരാ. ആ ക്ഷമിച്ച് കിട്ടിയവർ ആ ഒരു വിശുദ്ധ അനുഭവത്തിൽ ജീവിക്കണം. അതിന് പറ്റിയ ഒരു അന്തരീക്ഷമല്ല നമ്മുടെ ലോകത്തിലുള്ളത്. നിങ്ങളങ്ങോട്ട് പുറത്തോട്ടിറങ്ങിയാൽ എല്ലാവരും നല്ലവരായി ജീവിക്കാൻ പറ്റിയ അന്തരീക്ഷമാണോ ലോകം മുഴുവൻ? നിങ്ങളോട് എല്ലാവരും പറയുകയാണ് വെരി ഗുഡ്, നല്ലതായിട്ട് കൂടി ജീവിച്ചോ, ഒരു കുഴപ്പവും കാണിക്കരുത്, ഞങ്ങളെല്ലാം കൂട്ടുണ്ട് എന്ന് പറയുന്നൊരു ലോകമാണോ നിങ്ങൾ? അല്ലല്ലോ. എങ്ങോട്ട് തിരിഞ്ഞാലും ഇഷ്ടം പോലെ കുഴപ്പത്തിന് സൗകര്യമില്ലേ? എല്ലാവരും പറയുന്നത് നല്ല വർത്താനമാണോ? ഇന്നത്തെ ലോകം, പണ്ടത്തെ ലോകം ഇതൊക്കെ തന്നെ. ഇന്നത്തെ ലോകം കൂടുതൽ കുഴപ്പത്തിൻ്റെ ലോകം. കുഴപ്പം കാണിക്കാൻ നാട്ടിൽ വിറകം പോകണ്ടാലും മുറിക്കകത്ത് കയറിയിരുന്ന സകല കുഴപ്പം കാണിക്കാൻ, അങ്ങനത്തെ ഒരു ലോകം. ലോകത്ത് എന്തോന്നില്ല തിന്മയും പാവവും ഉണ്ടോ അത് മുഴുവൻ നിങ്ങളുടെ വീടിനകത്താവാം, നിങ്ങളുടെ ഫോണിലുണ്ടാവും, നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ കാണും. ഒരു കാലത്തെ സ്വല്പം മുമ്പേ പള്ളിക്കൂടത്തിൽ പോകാൻ വയ്യാത്ത, ജോലിക്ക് പോകാൻ വയ്യാത്തൊരു കാലമില്ലായിരുന്നോ? നമ്മളെല്ലാം വീട്ടിൽ ഇരുന്നൊരു കാലമല്ലേ?
പള്ളിക്കൂടം അടച്ചിട്ടൊരു കാലമല്ലേ, അന്ന് വിദ്യാഭ്യാസം നടന്നു. ഇതിലേ നടന്നു, നമ്മുടെ ഭാഷയ്ക്ക് അങ്ങ് പറയാം, ഓൺലൈൻ നടന്നു അല്ലേ. അപ്പോൾ പിള്ളേർക്കെല്ലാം പഠിക്കാൻ പിള്ളേർക്ക് ഫോൺ വാങ്ങിച്ചു കൊടുക്കേണ്ടി വന്നു. ഓരോ കൊച്ചിനും വേറെ വേറെ ഫോണല്ല, കാശുള്ളവരാണെങ്കിൽ കമ്പ്യൂട്ടർ, അതിന് ഇൻ്റർനെറ്റ് കണക്ഷൻ, ഇതെല്ലാം വാങ്ങിച്ചു കൊടുത്താണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ ജീവിച്ചത്. ഇപ്പോഴും അതിൻ്റെ ബാക്കിയുണ്ട്. അന്ന് ജോലിക്ക് ഓഫീസിൽ പോകണ്ടായിരുന്നു, വീട്ടിൽ ഇരുന്നുകൊണ്ട് ജോലി ചെയ്യാമായിരുന്നു. ഇപ്പോഴും അങ്ങനെയുള്ള സൗകര്യത്തിൽ ജീവിക്കുന്ന കുറേ മനുഷ്യരുണ്ട്. അവർക്ക് ഓഫീസിൽ പോകണ്ട. പിന്നെ കമ്പനിക്കാരനും ഇത് ലാഭം. കാരണം ഓഫീസ് വേണ്ടാത്ത ചിലവുകളൊന്നും വേണ്ട, അവനവൻ്റെ വീട്ടിൽ ഇരിക്കുന്നു, കമ്പ്യൂട്ടറിൽ കൂടെ പണിയെല്ലാം നടക്കുന്നു. അപ്പോൾ അവർക്ക് ഒത്തിരി ലാഭം. അങ്ങനെ കൊണ്ട് കമ്പനിക്കാർ പലരും പല ഓഫീസുകളും ക്ലോസ് ചെയ്ത് ഇങ്ങനെ കുറേ പരിപാടിയാക്കിയിരിക്കുകയാണ്. കുറേ സൗകര്യമുണ്ട് അതിനകത്ത്, ഒരുപാട് സൗകര്യമുണ്ട്. പക്ഷേ അതിനകത്ത് ഭൂമിയിലെ എല്ലാ ചരക്കും ഈ കമ്പ്യൂട്ടറിൽ കയറി വരും. ആണ് പ്രശ്നം. എല്ലാ ചരക്കും അഖിലാണ്ടത്ത് എന്തൊന്നെല്ലാം ഉണ്ടോ അത് മൊത്തം ഇതിനകത്തുണ്ട്. അത്ര ഇപ്പം ഞാൻ പറയുന്നുള്ളൂ, അല്ലാതെ ചിലർ പോയി അന്വേഷിച്ച് നോക്കിയാലോ, അതുകൊണ്ട് പറയുന്നില്ല. അങ്ങനെ സകല ചരക്ക് ഇതിനകത്തുണ്ട്. അത് നിമിത്തം എത്ര കുട്ടികളുടെ ജീവിതം തകർന്നെന്നറിയാം. സാൻമാർഗികത നഷ്ടപ്പെട്ടെന്നറിയാമോ? എത്ര മനുഷ്യരുടെ കുടുംബജീവിതം കല്യാണം കഴിച്ചവരുടെ തകർന്നെന്നറിയാമോ? കാരണം ഇതിനകത്ത് കിടക്കുന്ന തിന്മ, അതിനകത്ത് കിടക്കുന്ന പടങ്ങൾ, അതിനകത്തെ ചാറ്റിങ്, സ്വന്തം ഭാര്യ അല്ലാത്തവളുമായി ചാറ്റിങ്, സ്വന്തം ഭർത്താവ് അല്ലാത്തവനുമായിട്ട് ചാറ്റിങ്, അവസാനം പ്രേമം. ഭാര്യയും കളഞ്ഞും വെച്ച് ഓടിപ്പോകുന്നു, ഭർത്താവിനെയും കളഞ്ഞും വെച്ച് ഓടിപ്പോകുന്നു, പിള്ളേരെയും കളഞ്ഞും വെച്ച് പോകുന്നു. വ്യാപകമെന്നേ. ഇങ്ങനെ ലോകത്തിലല്ലേ ജീവിക്കുന്നത്? അത് മാത്രമോ? ഇനി ഇത് മാത്രമേ കുഴപ്പമുള്ളൂ? അല്ലാതെ ഇഷ്ടംപോലെ കുഴപ്പങ്ങളില്ലേ? ഈ കുഴപ്പമില്ലാതെ ജീവിക്കാൻ വേണ്ടിയാണ് ദൈവം മനുഷ്യനെ രക്ഷിച്ചത്. അപ്പൊ ലോകത്തിൽ കാണുന്ന ഈ തിന്മയെ തൊടാതെ ജീവിക്കണം, അതിനെ സ്വീകരിക്കാതെ ജീവിക്കണം. അതിൻ്റെ നടുവിൽ ജീവിച്ചാലും അത് നിങ്ങളെ തൊടാൻ പാടില്ല, നിങ്ങൾ അതേ തൊടാൻ പാടില്ല. അങ്ങനെ ജീവിക്കുന്ന ജീവിതത്തിന് പറയുന്ന പേരാണ് വിശുദ്ധ ജീവിതം. അല്ല, ഞാൻ തിരിച്ചു ചോദിക്കുന്നു, തിന്മ കൊണ്ട് നിങ്ങൾക്ക് എന്നാ ഗുണം വന്നു എന്ന് പറയാമോ? പറയാമോ? നിങ്ങൾ തിന്മയും കൊണ്ട് എന്നാ കാര്യം സാധിച്ചു? നിങ്ങളുടെ സ്വഭാവം വികലമായി, നിങ്ങളുടെ ജീവിതം തകർന്നു. ഒത്തിരി നേട്ടം ആളുകൾ ഉണ്ടാക്കിയെന്ന് തോന്നിയേക്കാം. കൈക്കൂലി വാങ്ങിച്ചു മനുഷ്യൻ കാശുണ്ടാക്കി എന്നുള്ളത് ശരിയാണ്. സ്വസ്ഥതയുണ്ടോ? എപ്പോഴാണ് പിടിക്കപ്പെടുന്നതെന്ന് ആർക്കറിയാം? അല്ല, ഈ ഒത്തിരി ഉണ്ടാക്കിയാലും എന്തു ഗുണം? ഈ ഒരു വയറ് കഴിയണം, ഭാര്യയ്ക്കും പിള്ളേർക്കും തീറ്റി കൊടുക്കണം, താമസിക്കാൻ സ്ഥലം വേണം, അത്യാവശ്യമുള്ള വിദ്യാഭ്യാസം കൊടുക്കണം. അല്ലാതെ ഈ ഒത്തിരി ഉണ്ടാക്കി ആർക്ക് കൊടുക്കും ഇത്? ചാവുമ്പോൾ ഇത് വല്ലതും കൂടെ കൊണ്ടുപോകും. നിങ്ങൾ ഒത്തിരി ഉണ്ടാക്കി, അതുകൊണ്ട് ചാവുമ്പോൾ പെട്ടിക്കകത്ത് കുറേ പണമെല്ലാം കൂടെ വെച്ച് ആളുകൾ യാത്ര അയക്കുമോ? ഇല്ലല്ലോ. നിങ്ങളുടെ കയ്യിലൊരു വാച്ചുണ്ടെങ്കിൽ ആ വാച്ച് പോലും അവർ ഊരിയെടുക്കുമല്ലോ. അല്ല, നിങ്ങളുടെ വാച്ചും കൂടെ ചേർത്ത് അടക്കുന്ന എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. നിങ്ങളുടെ കയ്യെ മോതിരമുണ്ട്, അവൻ ഇട്ട മോതിരമല്ലേ, കല്യാണ മോതിരമല്ലേ, അവിടെ കിടക്കട്ടെ എന്ന് വിചാരിക്കുമോ? ആ മോതിരം ഊരിയെടുത്തിട്ടല്ലേ കുഴി കൊണ്ടുപോകുള്ളൂ, അല്ലേ? വല്ലവരും വല്ലതും തന്നു വിടുവോ? അഖിലാണ്ടത്തിൽ തിന്മ കൊണ്ട് ഒരുത്തനും ഒന്നും നേടിയിട്ടില്ല. അഖിലാണ്ടത്തിൽ പുണ്യം കൊണ്ട്, ശുദ്ധ ജീവിതം കൊണ്ട് നേടിയവനാണ് ഉള്ളത്. ഇവിടെ തന്നെ മഹത്വം വെളിപ്പെട്ടില്ലെങ്കിലും നേരെ ചൊവ്വേ ജീവിച്ചവനെ ആളുകൾക്ക് ബഹുമാനമല്ലേ? പരസ്യമായിട്ട് ചിലപ്പോൾ ആക്ഷേപിച്ചെന്നിരിക്കാം, എന്നാലും നല്ല ജീവിതമുള്ളവനാണ്. കാണുമ്പോൾ അകത്തൊരു പേടി വരും. അതാണ് സത്യം.
ചിലപ്പോൾ ഈ മാർഗം അനുസരിക്കുന്നവരെയൊക്കെ കാണുമ്പോൾ കളിയാക്കി വിളിക്കും, ഊദേശി എന്നൊക്കെ വിളിക്കും.